ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ താഴെയൊക്കെ പോയിട്ട് വന്നു, ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വന്നു. കുഞ്ഞാവേനെയൊക്കെ നോക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും ചാളയും കൊഴുവയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ നന്നാക്കി ഇത് ഒന്നിച്ചാട്ടിട്ടേക്കണേ. പിന്നെ കുറച്ച് രണ്ടും കൂടെ ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ കൊഴുവയും ചാളയും കൂടെ ഞാൻ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി വയ്ക്കാമല്ലോ. പിന്നെ ഇത് ചാള നന്നായിട്ട് വരഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് വറക്കാനായിട്ട് തിരുമ്മി വെച്ചു കേട്ടോ. മുളക് പൊടി എനിക്കിങ്ങനെ നല്ല വശമായിട്ടോ, ടിന്നിലെപ്പടി കമത്തിയാലും കൂടുമൊന്നുമില്ല. കറക്റ്റ് അളവിൽ തന്നെ എനിക്ക് ഇടാനറിയാം. എനിക്കൊരു കൈക്കണക്കൊക്കെ സ്പൂണൊന്നും ഇല്ല. പിന്നെ ഇത് കൊഴുവതേ ഞാൻ രണ്ടാക്കി എടുത്തു കേട്ടോ, കട്ട് ചെയ്തു. പിന്നെ ഒരു താളെൻ്റെ വീക്ക്നെസ്സാട്ടോ. കൊഴുവ ചാളയൊക്കെ കിട്ടിയാൽ ഞാൻ പീര വറ്റിക്കുമ്പോൾ ഒക്കെ താളിടും, പുളിയിലും ഇടുമ്പോഴൊക്കെ ഇടും. അപ്പോൾ താളിട്ടതേ പീര വറ്റിച്ചു. പിന്നെ അടുത്തത് പാവയ്ക്ക അത് അരിഞ്ഞു. അപ്പോൾ അതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടി ഉപ്പ് തിരുമ്മി വെച്ചിരിക്കും. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇങ്ങനെ നീരിറങ്ങി വരുമല്ലോ. നീരിറങ്ങി വരുമ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ പാവയ്ക്കയ്ക്ക് കയ്പ്പുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചാളയിൽ നിന്ന് ഒരു 5-6 എണ്ണം എടുത്ത് ഒരു മുളകാറ് വയ്ക്കാൻ വെച്ചു കേട്ടോ. അതവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഉപ്പിട്ട് തിരുമ്മിയപ്പോൾ നീരിറങ്ങിയുണ്ടോ. അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തോരനുണ്ടാക്കുമ്പോൾ കയ്പ്പ് കുറച്ചൊക്കെ കുറയും കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അത് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് നല്ല ചാള മുളകാറ്, പാവയ്ക്ക തോരൻ, പിന്നെ കൊഴുവ പീര വറ്റിച്ച്, കൊഴുവയും താളും കൂടെ പീര വറ്റിച്ചത് ഒക്കെ നല്ല പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാവയ്ക്ക കടുകിട്ട് പൊട്ടിച്ചിട്ട് പാവയ്ക്കയിട്ട് ഒരു സവാളയും ഒരു 3-4-5 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി, ശരിക്കും ആദ്യം കടുകിട്ട് പൊട്ടിച്ചതെല്ലാം ഇട്ട് എന്ത് തോരനാണെങ്കിലും ഒന്ന് നല്ലപോലെ വഴറ്റിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ അത് സിമ്മിൽ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വറ്റി നല്ല ഡ്രൈ ആയി വെന്ത് വരുമല്ലോ. നന്നായിട്ട് ഒലർന്നു വന്നു. അപ്പോഴും കുറച്ചും കൂടി ഒരു കയ്പ്പ് ഫീൽ ചെയ്യണ്ടായിരുന്നു കേട്ടോ പിന്നെയും. എന്നിട്ട് പിന്നെ ഞാൻ തുറന്ന് വെച്ചിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് ശരിക്കും ഒന്നും കൂടി ഇങ്ങനെ ഉലർത്തി എടുക്കുക കേട്ടോ. അത് തുറന്ന് തന്നെ വെച്ച്. അപ്പോൾ അതിൻ്റെ കയ്പ്പ് നന്നായിട്ട് മാറിക്കിട്ടും. എന്തിൻ്റെയും ഒരു മക്ക് ചൊവയും ഒരു കയ്പ്പൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ കയ്പ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ന്യൂ ഇയർ ആയിട്ട് ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ചേച്ചി ഞങ്ങൾക്ക് നല്ല ബിരിയാണി മേടിച്ച് തന്നു കേട്ടോ. സിന്ധു ചേച്ചി താങ്ക് യു കേട്ടോ. സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ സിന്ധു ചേച്ചിക്ക് ഒരു പ്രത്യേക താങ്ക്സ്. ചേച്ചിക്ക് എപ്പോഴും നന്മ ഉണ്ടാവട്ടെ. അപ്പോൾ മോളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ. അപ്പം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എല്ലാവരുടെയും ന്യൂ ഇയർ നല്ല ഇതായി വരട്ടെ, എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ കേട്ടോ എല്ലാവർക്കും. പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഞങ്ങളുടെ അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ബിരിയാണി കഴിച്ചില്ല കേട്ടോ. എനിക്ക് ആ ചോറും ആ പീര അത് മാത്രം മതി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് അതാ, ചാളയും താളും കൂടെ പീര വറ്റിച്ചത്. അതാട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തി ന്യൂ ഇയറിന് എൻ്റെ മോൻ്റെ ലഞ്ചാട്ടോ ഇത്. അപ്പം ഞാൻ അതും കൂടെ ചുമ്മാ ഇങ്ങ് എടുത്തതാട്ടോ ലഞ്ച്. നല്ല ചോറും പിന്നെ മറ്റേ പീരയില്ലേ, അതവന് ഭയങ്കര ഇഷ്ടമാണ്, താളിട്ട പീര. അപ്പോൾ അതേ നല്ല ചൂട് ചോറും ആ മീൻ പീര കുറച്ച് സൈഡിലേക്ക് വെച്ചു കേട്ടോ. എല്ലാം കുറച്ച് മതി അവന്. അപ്പം മീൻ പീര ഇട്ടു. പിന്നെ നല്ല അടിപൊളി അച്ചാറ്, ഇന്നലെ ബിരിയാണി കാണിച്ചില്ലേ അതിൽ കിട്ടിയ അച്ചാറാട്ടോ. അത് നല്ല ഇരുമ്പമ്പുളി അച്ചാറായിരുന്നു കേട്ടോ. സാധാരണ ബിരിയാണിയിലൊന്നും അങ്ങനെ ഇരുമ്പമ്പുളി അച്ചാർ കണ്ടിട്ടില്ല. ഇരുമ്പമ്പുളി അച്ചാറായിരുന്നു കേട്ടോ. അത് ഇരുമ്പമ്പുളി തന്നെയാന്ന് തോന്നുന്നു, നാരങ്ങയല്ല ഇരുമ്പമ്പുളിയാണ്. അപ്പോൾ അച്ചാറും ഉണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നടാ ഓ